മാലിൽ മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ്. മുതലിൽ ബറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഒറ്റ വിഷയം ആവശ്യമുള്ളൂ. എന്താ കാര്യം? ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ദാനം കൊടുക്കാൻ പൈസ വേണം, ദാനശീലത്തിന് പൈസ വേണ്ട. മനസ്സുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോയെന്നറിയില്ല. സഹാബത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുത്തിരുന്ന ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 വർഷമായി ഉംറക്ക് പോയപ്പോൾ മദീനയിൽ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് അസ്ലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിൽ ഒരുപാട് ആസാറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട്. കുറേ കിണറുകൾ, കുറേ തോട്ടങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ 3 ബിൽഡിങ്, ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിങ്. ആ ബിൽഡിങ്ങിൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ. ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അസ്ലമിനോട്, എങ്ങനെ അസ്ലമെ ഒരു ബിൽഡിങ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുക? അന്ന് ഇതേമാതിരി കോൺക്രീറ്റിൻ്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഒരു മറുപടി പറഞ്ഞു, ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടാണ് ഉണ്ടായിരുന്നത്. ആ ഈത്തപ്പനത്തോട്ടം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തു. അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പഴം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു. സൗദി ഗവൺമെന്റ് അതിൽ 3 വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു. സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് ലോക മുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു, ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. സഹാബത്തിന്റെ ഇടയിൽ വലിയ സദഖ കൊടുത്തിരുന്ന ആളാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. യുദ്ധത്തിന് പോകാൻ വേണ്ടി വയൽ പറയാണ്, 100 ഒട്ടകം ഞാൻ തരാ നബിയെ. പിന്നെയും വയൽ പറഞ്ഞു, പിന്നെ നീച്ചിട്ട് പറഞ്ഞു, 100 ഒട്ടകം തരാ നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ മസ്ജിദുൻ നബവി ഇന്ന് വിശാലമാക്കുന്ന സ്ഥലവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫിലാണ്. അത്രയും വലിയ ധർമ്മിഷൻ. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് കുറച്ച് തോന സ്ഥലം ഉണ്ടായിട്ടുണ്ടാവും, അത് വിറ്റ് കിട്ടിയ പൈസ ഇക്കാരെന്ന്. അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരി അല്ല, മുഹാജിറാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനക്കാരനല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് 2 കയ്യും വീശിങ്ങാണ്ട് മദീനത്തേക്ക് പോകുന്ന മനുഷ്യനാണ്. പിന്നെന്തേ മൂപ്പർക്ക് കൊടുക്കാൻ മാത്രം ഉണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ്. അതാണ് ദാനശീലം. കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിൻ്റെ കീശ മാറിയിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക. അതാണ് സംഗതി. ഇത് പിരിവിന് വേണ്ടി പറയല്ല. ഞാൻ സംഘാടകരോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിരിക്കൂല. എന്താ കാര്യം? നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൈസ വാങ്ങാനാണെന്ന് തോന്നിപ്പോവും. ഒരിക്കലുമല്ല, ഞങ്ങളിരുന്നൊരു പൈസ വാങ്ങൂല. ഹക്ക് ഇങ്ങനെയാണ്. അതുകൊണ്ട് പറയാണ്, സമ്പത്ത് പരിപാലിക്കപ്പെടണോ, ദാനം ശീലമാക്കണം. അതുകൊണ്ട് മുതലിലെ ബറക്കത്ത് എന്ന് പറയുന്നത് സ്വതക്കയാണ്, ദാനമാണ്. ഇത് കുട്ടികളെ ശരിക്കും പഠിപ്പിക്കണം, മക്കളെ നല്ലോണം പഠിപ്പിക്കണം. ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജനലിന്റെ കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കാലുണ്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ബെല്ലടിച്ച് കണ്ടു. അതിൽ പറഞ്ഞു, മനുഷ്യൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തടത്ത് ഓരോന്ന് ഏന്തി വലിഞ്ഞ് കയറി വന്നിക്കണത് വാപ്പോടില്ലാന്ന് പോയി പറഞ്ഞാടാന്ന് ചെറുക്കനോട്, മൂത്തവനോട്. അതൊരു പഠിപ്പാണ്. വേറൊരു പഠിപ്പുണ്ട്. എന്താ പഠിപ്പ്? വല്യമ്മക്ക് വായുഗുളിക വാങ്ങാൻ വേണ്ടി എടുത്ത് ചെയ്യുന്ന പൈസയെന്ന് ഒരു 5 കൊട്ടൻ ഉറുപ്പ്യൻ്റെ എടുത്തിട്ട് ചെറുക്കൻ്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ടിയെ വാപ്പാൻ്റെ അടുത്ത് ഒന്നുമില്ല, എന്നാലും അയാൾ നമ്മളിരുന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കരുതി വന്നതല്ലേ ഈ റമദാൻ മാസത്തിൽ. വെറും കൈയോടെ മടക്കണേ ശരിയല്ല.
അള്ള നമുക്ക് വേറെ തന്നോളും, വാപ്പാൻ്റെ കുട്ടി തന്നെ കൊണ്ടേ കൊടുത്തലാന്ന് പറഞ്ഞങ്ങാണ്ട് കുട്ടിയുടെ തന്നെ കൊടുത്തയച്ചാൽ ആ കുട്ടിക്ക് പഠിയുന്നതിനെയാണ് ദാനശീലം എന്ന് പറയുന്നത്. സമ്പത്തിൽ ബറക്കത്തുണ്ടാവും. ഞാൻ ചിലപ്പം പറയലുണ്ട്, ഈ ഗവൺമെൻറ് ജോലിക്കാർക്ക് ഒന്നും സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവാണ്. എല്ലാവർക്കും നല്ലട്ടെ പറഞ്ഞത്, ഇനി ജോലിക്കാരെ കൂടി തല്ലാൻ വരുമൊന്നും വേണ്ട. ഗവൺമെൻറ് ജോലിക്കാർക്ക്, ഗവൺമെൻറ് ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് സമ്പത്തിൽ ബറക്കത്ത് വളരെ കുറവായിരിക്കും എന്ന് പറയലുണ്ട്. എന്താ സംഭവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, പാലിന് കൊടുക്കാൻ അതിലൊരു വിഹിതം ഉണ്ടാവും, പിന്നെ മീൻകാരന് കൊടുക്കാൻ, സൂപ്പർ മാർക്കറ്റ് പൈസ കൊടുക്കാൻ, ഇതൊക്കെ ഇങ്ങനെ ടൈം ടേബിളൊക്കെ തിരിച്ച് കണക്കാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സദക്കക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല. സദക്കക്ക് വിഹിതമില്ല എന്നതാണ് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് ഈ വിഷയങ്ങൾക്കാണ് മനസ്സിലായാണ്ടല്ലോ, മുസ്ലിമും മുഅ്മിനുമായ ഏതെങ്കിലും ഒരു മനുഷ്യന് നല്ല നിലയിൽ, ഹലാലും തൊയ്യിബുമായ നല്ല നിലയിൽ മുതലാളിയായിട്ടുണ്ടെങ്കിൽ ഓൻ്റെ വാപ്പാൻ്റെ വാപ്പേ 7 തലമുറയിൽ ഏതെങ്കിലും ഒരാൾ ദാനശീലമുള്ളവനായി കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്നതാണ് രഹസ്യം. നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. മുസ്ലിം മൂമിനുമായിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല നിലക്ക് എന്ന് പറഞ്ഞാൽ അറബിനെ എത്തിങ്ങാനെ ചേർക്കാതെ നല്ല നിലക്ക് ഹലാലും തൊയ്യിബുമായ തരത്തിൽ മുതലാളിയാകുന്നുണ്ടോ, അവൻ്റെ 7 തലമുറയിലെ ഏതെങ്കിലും ഒരു വാപ്പ കയ്യഴിഞ്ഞ് ധർമ്മം കൊടുത്ത ആളുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ദാനം ശീലമാക്കിയാൽ അവൻ്റെ 10 തലമുറ പിന്നിടുന്നതിൻ്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കും. അൽ ഹസനതു ബി അശ്രി അംസാലിഹാ ഹബീബുനാ റസൂലുള്ളാഹി. നന്മ അതിൻ്റെ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു നൽകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദാനം ശീലമാക്കണം. അത് വലിയൊരു ശീല. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ സദഖയാണ്. സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ദാനമാണ്, ഹദിയയാണ്, ഹിബത്താണ്. സക്കാത്ത് ഉണ്ടാവൂല. സക്കാത്ത് നിർബന്ധ ദാനമാണ്. സദഖ, ഹിബത്ത്, ഹദിയ എന്നിവയാണ് സമ്പത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് സമ്പത്തിലെ ബറക്കത്തിന് ഈ കാര്യം നിർബന്ധമായും ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ പിന്നെ വരുമാനത്തേക്കാൾ അധ്വാനമുണ്ടെങ്കിൽ ബറക്കത്തുണ്ടാവുന്നതാണ്. അതായത് 1000 റുപ്യൻ്റെ പണിയെടുത്തിട്ട് 950 റുപ്യ വാങ്ങിയാൽ ബറക്കത്ത് കൂടുതലും, 1000 റുപ്യൻ്റെ പണിയെടുത്തിട്ട് 1500 റുപ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് കുറവായിരിക്കും ഉണ്ടാകുക. എപ്പോഴും അങ്ങനെയൊക്കെ സൂക്ഷിക്കണം. സമ്പത്തിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. സമ്പത്തിലെ ബറക്കത്താണ് നഷ്ടപ്പെട്ടാൽ ആ സമ്പത്തുകൊണ്ടുള്ള എല്ലാവരും ബറക്കത്താണ് പോകും. ഭൂമിയിലുള്ള ബറക്കത്ത് പോവും, വീട്ടിലുള്ള ബറക്കത്ത് പോവും, എല്ലാം പോവും. അങ്ങനെ. അപ്പം അതാണ് വീട്ടിലും ബറക്കത്തുണ്ട്. വീട്ടിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ആദ്യം ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ധാരാളം മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് ഒഴിവാക്കിയിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറി. അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങി, മക്കൾ ഓരോരുത്തരായി മരിക്കാനും തുടങ്ങി. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് പറഞ്ഞു. വീട്ടിലെ ബറക്കത്ത് വളരെ പ്രധാനമാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിന് 2 അടയാളങ്ങൾ ഉണ്ടെന്നാണ്. വീട്ടിൽ ബറക്കത്തില്ല എന്നുള്ളതിന് 2 അടയാളങ്ങളാണ്. ഒന്ന്, തുടരെയുള്ള മരണം. മരിക്കാപ്പം എന്തായാലും മരിക്കും, പക്ഷെ ഇടക്കിടക്ക് മരിക്കുക എന്നുള്ളതൊരു പ്രശ്നമല്ലേ. തുടരെയുള്ള മരണം വീട്ടിൽ ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ്. എത്ര പൈസ കിട്ടിയാലും തികണില്ല. കാരണന്മാര് പറയും ഓട്ടക്കയ്യാണ് എന്ന്. വീട്ടിൽ ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ്.